അങ്ങനെ നമ്മുടെ അമ്മായി ഭാസ്കരനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യയെ കൊന്ന പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അമ്പലത്തിലേക്ക് എന്നൊക്കെ പറയും. ഇതൊക്കെ ഭാസ്കരന് കേൾക്കുമ്പോൾ ഭാസ്കരനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അമ്മായി വെറുതെ തോന്നിയ ദിവസം പറയേണ്ടത് ഇതൊന്നും ആൾക്കാർ വെറുതെ പറയാം, എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും പറയണ്ടേ, എന്തായാലും നീ നിൻ്റെ അച്ഛനെ അത്ര നല്ലവനൊന്നും ആക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി ഒരുപാട് നമ്മുടെ സുഭാഷ് ഏട്ടനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും എല്ലാവരും വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോണ സമയത്ത് നമ്മുടെ മണിയേട്ടൻ പറയുന്നുണ്ട്, ഭക്ഷണം നിങ്ങൾക്കുള്ളത് പെത്തു എന്നൊക്കെ പറയുന്നുണ്ട്, രാത്രിക്കുള്ളത്. എന്തായാലും നമ്മുടെ മണിയേട്ടൻ പറയുന്നത് നാളെ ഒരു പ്രത്യേക പൂജ ഉണ്ട് അമ്പലത്തിൽ, അത് നടക്കുന്ന കുടുംബത്തിലത്തെ എല്ലാ ദോഷങ്ങളും മാറുമെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ നിധിയാണെങ്കിൽ ആ പൂജ ഏറ്റെടുക്കുന്നുണ്ട്, അവൾ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് പുറപ്പെടാൻ പോണ സമയത്ത് നമ്മുടെ ചാന്ദിനി കുളിക്കാൻ പോണ സമയത്ത് അവളാണെങ്കിൽ ബാത്റൂമിൻ്റെ അവിടെ വെള്ളം കണ്ടിട്ട് വഴുക്കി വീഴുന്നുണ്ട്. നമ്മുടെ നേരെ സുഭാഷ് ഏട്ടൻ അതാണെങ്കിൽ പിടിക്കുന്നുണ്ട്. നമ്മുടെ സുനന്ദയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അസൂയപ്പെടുന്നുണ്ട്. അവളെ മനസ്സിലിങ്ങനെ വല്ലാതെ വിഷമമൊക്കെ ഉണ്ട്, എന്നാലും വിചാരിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ അവളെ കല്യാണം കഴിക്കാണെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ, സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സുനന്ദയെ കാണുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഇവിടെ വെള്ളം ഉണ്ട് അതുകൊണ്ടാണ് വീഴാൻ പോയെന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ ചാന്ദിനി കുളിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ മോപ്പ് എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചവിട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നത് ഇനി ആരും വീഴണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സുനന്ദോട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അപ്പുറത്ത് നമ്മുടെ നീതുവിനാണെങ്കിൽ ഒരു കല്യാണ ചെക്ക അമ്പലത്തിൽ റെഡിയാക്കിയിട്ട് വരുന്നുണ്ട് അവളുടെ ഏട്ടൻ. എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നീതുവിൻ്റെ അമ്മയോടും അച്ഛനോടും പറയുന്നത് എങ്ങനെയെങ്കിലും അവളെ റെഡിയാക്കിയിട്ട് അമ്പലത്തേക്ക് കൊണ്ടുവരൂ, എൻ്റെ സ്വന്തം ഫ്രണ്ടാണ്, അവളെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവനൊരു ബൈക്ക് വാങ്ങിക്കൊടുത്താൽ മതി ശ്രീധനായിട്ട്. ആ സമയത്ത് അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഓട്ടോ വിറ്റിട്ടോ പണയം വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ബൈക്കൊക്കെ വാങ്ങിക്കൊടുക്കുക, എങ്ങനെയെങ്കിലും കല്യാണം നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒന്നും പറയാതെ അവൾ അമ്പലത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. നമ്മുടെ നീതുവിനോട് അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ പോയി സാരിയൊക്കെ കൊടുത്തിട്ട് പോയ, ഞാൻ അവിടെ സാരിയൊക്കെ വെച്ചിട്ടുണ്ട് പറയും. ആ സമയത്ത് നമ്മൾ നീതു ചോദിക്കേണ്ടത് എന്തിനാണ് ഞാൻ ഇപ്പോൾ സാരി കൊടുക്കേണ്ട ആവശ്യം, അമ്പലത്തിലൊരു വഴിപാടുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്, നീ പോയി സാരി എടുത്തിട്ട് എല്ലാവരും സാരിയാണ് കൊടുക്കണമെന്ന് പറയുന്നത്. എന്തായാലും നീതു ആണെങ്കിൽ അത് വിശ്വസിച്ചിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അവൾ വിചാരിക്കുന്നുണ്ട്, നമ്മുടെ ഹരീഷൻ ഇല്ലല്ലോ എന്നെ ഈ സാരിയൊക്കെ കൊടുത്ത് കാണാമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ നീതുവിനെയും കൂടിയിട്ട് എല്ലാവരും അമ്പലത്തേക്ക് പോകേണ്ട. അമ്പലത്തിലാണെങ്കിൽ കല്യാണത്തിന് എല്ലാ സെറ്റപ്പും നടത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും അമ്പലത്തിൽ എത്തുന്ന സമയത്ത് നമ്മുടെ നീതുവിൻ്റെ കഴുത്തിൽ ബലമായിട്ട് താലി കെട്ടണ സമയത്ത് നമ്മൾ നീതു പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോധം കെട്ട് വീണ പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും കല്യാണം മുടങ്ങുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.